ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമേഷ്യൻ സാഹചര്യം വിലയിരുത്തി. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും 6 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1111 കേന്ദ്ര നിരീക്ഷകരെ നിയോഗിച്ചു. 3 പ്രമുഖ മുന്നണികളും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി. പൊതുനിരീക്ഷകർ ഇന്ന് കേരളത്തിലെത്തും. ലോക്സഭ ഇന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ ധനാഭ്യർത്ഥനകളിൽ ചർച്ചയും വോട്ടെടുപ്പും നടത്തും. 2026 FIH ലോകകപ്പ് ഹോക്കി മത്സരങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും പൂൾ ഡിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി പശ്ചിമേഷ്യൻ സാഹചര്യം ടെലിഫോൺ സംഭാഷണത്തിൽ വിലയിരുത്തി. നിരപരാധികളുടെ ജീവൻ നഷ്ടമാകുന്നതിലും സിവിലിയൻ പ്രദേശങ്ങൾക്ക് കനത്ത നാശമുണ്ടാകുന്നതിലും ഇന്ത്യയുടെ ശക്തമായ എതിർപ്പും ഇതിനെതിരായ നിലപാടും പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഹോർമുസ് കടലിടുക്ക് വഴി സ്വതന്ത്രമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരു നേതാക്കളും പങ്കുവച്ചു. മേഖലയിൽ സമാധാനവും സുരക്ഷയും സ്ഥിരതയും എത്രയും വേഗം പുനഃസ്ഥാപിക്കുന്നതിന് 2 രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്ന് സാമൂഹ്യമാധ്യമത്തിൽ നരേന്ദ്രമോദി കുറിച്ചു. ഇറാന്റെ ദേശീയ സുരക്ഷാ കൌൺസിൽ മേധാവി അലി ലാരിജാനിയുടെ മരണം ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ഇസ്രായേൽ ആക്രമണത്തിലുണ്ടായ മരണം അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് ഇറാൻ അറിയിച്ചു. നാറ്റോ സഖ്യത്തിലെ മിക്ക രാജ്യങ്ങളും ഇറാനെതിരായ സൈനിക നടപടിയിൽ പങ്കെടുക്കാത്തതിനെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചു. വിദേശ സഹായമില്ലെങ്കിലും ഇറാനെ നേരിടാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇറാന് ആണവായുധശേഷി കൈവരിക്കാൻ അവസരം നൽകരുത് എന്ന നിലപാടിനെ മിക്ക സഖ്യരാജ്യങ്ങളും പിന്തുണയ്ക്കുന്നുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിലെ യുഎസ് എംബസിക്ക് സമീപം സ്ഫോടന പരമ്പര ഉണ്ടായതായി സുരക്ഷാ കേന്ദ്രങ്ങൾ അറിയിച്ചു. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം 3 വൻ സ്ഫോടനങ്ങളും ഉണ്ടായി. സീറാം പ്രതിരോധ സംവിധാനങ്ങൾ ആക്രമണത്തെ ചെറുക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ നിന്ന് 50 സർവീസുകൾ ഇന്ന് നടത്തുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. ഇതിൽ 26 എണ്ണം സാധാരണ സർവീസും 24 എണ്ണം പ്രത്യേക സർവീസുകളുമായിരിക്കും. ഇന്നലെ ഖത്തർ എയർവേസ് 5 സർവീസുകളിലായി 1600 ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചതായി ദോഹയിലെ ഇന്ത്യൻ എംബസി വെളിപ്പെടുത്തി. ഇന്നു മുതൽ ഇന്ത്യയിലെ 9 വിമാനത്താവളങ്ങളിലേക്ക് സർവീസുകൾ ഉണ്ടാകുമെന്നും എംബസി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷ ഉറപ്പാക്കാൻ തയ്യാറാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ അറിയിച്ചു. എന്നാൽ ഇപ്പോഴത്തെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ പങ്കുചേരാതെ പ്രത്യേക ദൌത്യം എന്ന നിലയിലായിരിക്കും ഫ്രാൻസിന്റെ പ്രവർത്തനമെന്ന് മക്രോൺ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇറാന്റെ ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ അമേരിക്കയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഇക്കാര്യം ഇറാനിയൻ ഫുട്ബോൾ പ്രസിഡന്റ് മെഹ്ദി താജ് സ്ഥിരീകരിച്ചു. താരങ്ങളുടെ സുരക്ഷ ഉറപ്പ് പ്രധാന പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ടീമിനെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും അമേരിക്കയിൽ കളിക്കുന്നത് താരങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് മെഹ്ദി താജ് പറഞ്ഞു. കേരളം, പുതുച്ചേരി, തമിഴ്നാട്, അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും 6 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1111 കേന്ദ്ര നിരീക്ഷകരെ നിയോഗിച്ചു. ഇവരിൽ 557 പേർ പൊതുനിരീക്ഷകരും 188 പേർ പോലീസ് നിരീക്ഷകരും 356 പേർ ചെലവ് നിരീക്ഷകരുമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഡൽഹിയിൽ അറിയിച്ചു. സമാധാനപരവും പ്രലോഭനരഹിതവുമായി തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും അതിനാൽ ഓരോ വോട്ടർക്കും ഭയമില്ലാതെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ലക്ഷ്യം കൈവരിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ കമ്മീഷന്റെ കണ്ണും കാതും നിരീക്ഷകരായിരിക്കുമെന്ന് ഗ്യാനേഷ് കുമാർ വ്യക്തമാക്കി. നിരീക്ഷകർ അതാത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കും. സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിരീക്ഷകരെ സമീപിക്കാവുന്നതാണെന്നും ഇതിന് സമയം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഗ്യാനേഷ് കുമാർ അറിയിച്ചു. കേരളത്തിലെ 3 പ്രമുഖ മുന്നണികളും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മാർച്ച് 23 വരെ സമയമുണ്ടെങ്കിലും 3 പ്രധാന മുന്നണികളുടെയും ആദ്യ സ്ഥാനാർത്ഥി പട്ടികകൾ പുറത്തുവന്നതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി. സ്ഥാനാർത്ഥികളുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അനൌപചാരിക പ്രചാരണങ്ങൾ സംസ്ഥാനത്തിന്റെ മിക്കവാറും മേഖലകളിൽ വലിയ തോതിൽ പുരോഗമിച്ചിരുന്നു. LDF-ഉം NDA-യും ആദ്യ സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് UDF-ലെ മുഖ്യകക്ഷിയായ കോൺഗ്രസ് 55 സീറ്റുകളുടെ പട്ടികയാണ് പുറത്തിറക്കിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം 19 സിറ്റിംഗ് MLA-മാരാണ് ഇന്നലെ വൈകിട്ട് പുറത്തിറക്കിയ കോൺഗ്രസ് പട്ടികയിലുള്ളത്. CPM ഞായറാഴ്ച പുറത്തിറക്കിയ പട്ടികയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 56 സിറ്റിംഗ് MLA-മാരുണ്ട്. BJP തിങ്കളാഴ്ച പുറത്തിറക്കിയ 47 സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എന്നിവരും ഉൾപ്പെടുന്നു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ യുവാക്കൾക്കും വനിതകൾക്കും അർഹമായ പ്രാതിനിധ്യം ലഭിച്ചതായി ഡോക്ടർ M.K. മുനീർ കോഴിക്കോട്ട് വിലയിരുത്തി. തലമുറകൾ കൈമാറിപ്പോകേണ്ടതാണ് രാഷ്ട്രീയമെന്നും പുതിയ ആളുകൾക്ക് അവസരം നിഷേധിക്കാൻ പാടില്ലെന്നും പ്രചാരണ രംഗത്ത് സജീവമാകുമെന്നും ഡോക്ടർ മുനീർ പറഞ്ഞു. BJP രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കും. അവസാനവട്ട ചർച്ചകൾക്കായി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ വൈകിട്ട് ന്യൂഡൽഹിയിലെത്തി. ഇന്ന് പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയും പാർലമെന്ററി ബോർഡും ചേർന്ന് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. 47 സീറ്റുകളിലാണ് പാർട്ടി നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 30 സീറ്റുകൾ BDJS-ന് നൽകിയിട്ടുണ്ട്. 12 സീറ്റുകളിൽ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 2020-ക്ക് നൽകിയ 20 മണ്ഡലങ്ങളിൽ 12 സ്ഥാനാർത്ഥികളെ അവരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സമാധാനപരവും സുരക്ഷിതവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ കണ്ണൂർ ജില്ലയിലെ പാനൂർ, കൂത്തുപറമ്പ്, കൊളവല്ലൂർ, കണ്ണവം പോലീസും BSF-ഉം സംയുക്ത റൂട്ട് മാർച്ച് നടത്തി. 40 പോലീസ് സേനാംഗങ്ങളും 53 BSF സേനാംഗങ്ങളും റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്ന നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേഗത്തിലാക്കി. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പൊതുമേഖലാ, ബോർഡ്, സർവകലാശാല, PSC, ദേശസാൽകൃത ബാങ്ക്, ഗവൺമെന്റ് നിയന്ത്രിത സ്വാശ്രയ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത്. സ്ഥാപന മേധാവികൾ നാളേക്ക് മുൻപായി ജീവനക്കാരുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോക്സഭ ഇന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ ധനാഭ്യർത്ഥനകളിൽ ചർച്ചയും വോട്ടെടുപ്പും നടത്തും. ആഭ്യന്തര, വിദേശകാര്യ, ഊർജ്ജ മന്ത്രാലയങ്ങളുടെ ധനാഭ്യർത്ഥനകളും സഭ ചർച്ച ചെയ്യും. ഇന്നലെ റെയിൽവേ മന്ത്രാലയത്തിന്റെ ധനാഭ്യർത്ഥനകൾ ലോക്സഭ ചർച്ച ചെയ്തു. കഴിഞ്ഞ ദശകത്തിൽ റെയിൽവേ മേഖലയിൽ മോദി ഗവൺമെന്റ് വലിയ മാറ്റമാണ് കൊണ്ടുവന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിശദീകരിച്ചു. ലോക്സഭ നേരത്തെ പാസാക്കിയ ധനവിനിയോഗ ബില്ലിന് ഇന്നലെ രാജ്യസഭയും അംഗീകാരം നൽകി. 2027-ലെ ദേശീയ സെൻസസ് 21 ദിവ്യാംഗ വിഭാഗങ്ങളെ കണ്ടെത്തി രേഖപ്പെടുത്തുമെന്ന് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ സഹമന്ത്രി രാംദാസ് അഥാവലെ അറിയിച്ചു. പാർലമെന്റ് അംഗങ്ങൾക്കായി തയ്യാറാക്കിയ ആദ്യ ദിവ്യാംഗ കൈപ്പുസ്തകം ബിയോണ്ട് ദ വിസിബിൾ എ ഹാൻഡ്ബുക്ക് ഓഫ് ഡിസബിലിറ്റി ഇൻക്ലൂഷൻ ഫോർ പാർലമെന്റേറിയൻ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു മന്ത്രി. തഞ്ചാവൂർ സൌത്ത് സോൺ കൾച്ചറൽ സെന്റർ സംഘടിപ്പിക്കുന്ന മന്ത്രാംഗം കൂത്ത് ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ. സംസ്കൃത കവി ഭാസന്റെ പ്രതിജ്ഞായൗഗന്ധരായണത്തിലെ 3ാം അംഗമാണ് മന്ത്രാംഗം കൂത്തായി നടത്തിവരുന്നത്. കൂടിയാട്ട അവതരണങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള മന്ത്രാംഗത്തിന് ഏകദേശം 1500 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കുന്നതെന്ന് സൌത്ത് സോൺ കൾച്ചറൽ സെന്റർ ഡയറക്ടർ KK ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മന്ത്രാംഗത്തിന്റെ പൂർണ്ണമായ അവതരണം 41 ദിവസം നീണ്ടുനിൽക്കുന്നതാണ്. അവസാനമായി അവതരിപ്പിച്ചത് 12 വർഷം മുൻപ് തൃശൂർ പെരുവനം ശിവക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിലായിരുന്നു. ഈ മാസം 21 വരെ കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി അങ്കണത്തിൽ വൈകിട്ട് ആരംഭിക്കുന്ന മന്ത്രാംഗം കൂത്തിൽ വലിയ കൂടിയാട്ടം, ചെറിയ കൂടിയാട്ടം, ക്രിയ, വെണ്ണീറാട്ടം എന്നിവയുമുണ്ടാകും. കൊച്ചി എംബാർക്കേഷൻ പോയിന്റ് വഴി ഹജ്ജ് സർവീസ് നടത്തുന്ന ഫ്ലൈനാസ് എയർലൈൻസ് അധികൃതർ ഇന്നലെ കരിപ്പൂർ ഹജ്ജ് കമ്മിറ്റി ഓഫീസിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. കൊച്ചിയിൽ നിന്ന് ഏപ്രിൽ 30 മുതലാണ് ഹജ്ജ് സർവീസുകൾ ആരംഭിക്കുന്നത്. ആദ്യ വിമാനം ഉച്ചയ്ക്ക് 2:10 കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 5:30 ജിദ്ദയിലെത്തും. 20 സർവീസുകളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 2026 FIH ലോകകപ്പ് ഹോക്കി മത്സരങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. പൂൾ ഡിയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും. നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിലാണ് ഇരു ടീമുകളുടെയും മത്സരം. വനിതാ വിഭാഗത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും ഏഷ്യൻ ചാമ്പ്യന്മാരായ ചൈനയെയും ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ ദക്ഷിണാഫ്രിക്കയെയും പൂൾ ഡിയിൽ നേരിടും. ഹോട്ടലുകളെ അവശ്യ സർവീസായി പ്രഖ്യാപിച്ച് പാചകവാതക ലഭ്യത ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 23-ന് ഹോട്ടലുകൾ അടച്ചിട്ട് സൂചനാ പണിമുടക്ക് നടത്താൻ കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ തീരുമാനിച്ചു. എണ്ണ കമ്പനികളുടെ ബോട്ടിലിംഗ് പ്ലാന്റുകളിലേക്ക് അന്ന് മാർച്ച് നടത്തുമെന്ന് സംസ്ഥാന ഭാരവാഹികൾ കൊച്ചിയിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമേഷ്യൻ സാഹചര്യം വിലയിരുത്തി 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും 6 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1111 കേന്ദ്ര നിരീക്ഷകരെ നിയോഗിച്ചു 3 പ്രമുഖ മുന്നണികളും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി പൊതുനിരീക്ഷകർ ഇന്ന് കേരളത്തിലെത്തും ലോക്സഭ ഇന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ ധനാഭ്യർത്ഥനകളിൽ ചർച്ചയും വോട്ടെടുപ്പും നടത്തും 2026 FIH ലോകകപ്പ് ഹോക്കി മത്സരങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു ഇന്ത്യയും പാകിസ്ഥാനും പൂൾ ഡിയിൽ